എന്തിനു വേണ്ടി ഈ 2.5 വയസ്സുകാരിയെ കൊന്നുകളഞ്ഞു എന്നുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അതിലൊരു വിശദീകരണം അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഷിജോ, ഈ അമ്മാവൻ ഇപ്പോൾ കസ്റ്റഡിയിലാണല്ലോ, ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മറ്റ് 3 പേർ, കുഞ്ഞിന്റെ അമ്മ, അച്ഛൻ, അതുപോലെ അമ്മൂമ്മ, ഈ 3 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? അല്ല, ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് അത്യാവശ്യമല്ലേ? അമൃത, ഈ പറയുന്ന 4 പേരും ഇന്ന് രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇവരോട് 4 പേരോടും പല തവണയായിട്ട് പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അമ്മാവൻ ഹരികുമാറിനെ അഴിക്കുള്ളിലാക്കിയിരിക്കുകയാണ്. ഇവിടെ അഴിക്കുള്ളിൽ ഹരികുമാർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഹരികുമാർ കുറ്റസമ്മതം നടത്തിയതോടുകൂടി ഹരികുമാറിനെ ചോദ്യം ചെയ്യുന്നത് പോലീസ് കുറച്ചു നേരത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റു 3 പേരെയും പോലീസ് ഇപ്പോഴും ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം അത് കുറച്ചുകൂടി ഉള്ളിലാണ് ആ 3 പേരെയും പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഹരികുമാർ കുറ്റസമ്മതം നടത്തിയതോടുകൂടി ഹരികുമാറിന് ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ? കാരണം ഹരികുമാർ കുറ്റസമ്മതം നടത്തിയെന്ന് അവരോട് പറയുകയും ആ വീട്ടിലുണ്ടായിരുന്ന മറ്റൊരാൾ നിങ്ങളെ സഹായിച്ചു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് ആ വീട്ടുകാരിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് അവരെ വീണ്ടും ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീധുവിനെയും ശ്രീജിത്തിനെയും ശ്രീകലയെയും ഇപ്പോഴും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ആ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയായാൽ മാത്രമേ പോലീസ് പുറത്തേക്ക് വന്ന് ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുകയുള്ളൂ. എന്തായാലും നേരത്തോട് നേരമാകുന്ന 24 മണിക്കൂർ മുമ്പ് തന്നെ ഇതിന്റെ മറ്റ് നിയമ നടപടികൾ പോലീസിനെ പൂർത്തിയാക്കേണ്ടതായുണ്ട്. എന്തായാലും അതിനു മുമ്പ് തന്നെ പോലീസ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പ്രകാരം പോലീസിന്റെ ഇൻക്വസ്റ്റ് പൂർത്തിയായപ്പോൾ അതിൽ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരം, ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഒരു തരത്തിലുമുള്ള ദേഹോപദ്രവം ഏൽപ്പിച്ചതിന്റെ പാടുകളില്ല, മറ്റ് മുറിവുകളില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത്, ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി അച്ഛനോടും അമ്മയോടും ഒക്കെ കളിയും ചിരിയും ഒക്കെ ആയി സന്തോഷത്തോടെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന പിഞ്ചു കുഞ്ഞിനെ, ദേവേന്ദുവിനെ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ജീവനോടെ ആ കിണറ്റിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ നിന്നും പ്രാഥമികമായി ലഭിച്ച വിവരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഉറങ്ങിക്കിടന്ന പിഞ്ചോമനയെ എടുത്തുകൊണ്ടുപോയി അവൾ അറിയാതെ ആ ഉറക്കത്തിന്റെ ആലസ്യത്തിൽ അവളെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തുകയാണ് ഹരികുമാർ എന്ന ക്രൂരനായിട്ടുള്ള ആ അമ്മാവൻ ചെയ്തത് എന്നുള്ള കാര്യമാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഹരികുമാറിന് ആരുടെയൊക്കെ സഹായം കിട്ടി? ഹരികുമാർ എന്തിനിത് ചെയ്തു? എന്തായിരുന്നു സഹോദരനും സഹോദരിയും തമ്മിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാട്? അവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ഒരു സഹോദരി സഹോദര ബന്ധത്തിനപ്പുറത്തേക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്? അതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതായുണ്ട്. അക്കാര്യങ്ങളൊക്കെ പോലീസ് സംബന്ധിച്ച് നൽകുമെന്നാണ് അറിയേണ്ടത്. കാരണം സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെ, അതായത് സ്വന്തം ചോരയല്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയുടെ കുഞ്ഞെന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ കുഞ്ഞാണ്, നമ്മുടെ സ്വന്തം, അതായത് അങ്ങനെ കരുതേണ്ടതാണ്. നമ്മുടെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കേണ്ട ആ അമ്മാവനാണ് ആ കുഞ്ഞിനെ ഒട്ടും ദയയില്ലാതെ ആ കിണറ്റിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയത്. അപ്പോൾ അതിനകത്ത് പിന്നിൽ ആ സഹോദരിക്ക് വേണ്ടി അങ്ങനെ അത് ചെയ്യണമെങ്കിൽ സഹോദരൻ എന്തിനത് ചെയ്തു എന്നുള്ളതാണ് പോലീസിന് അറിയേണ്ടത്. ആ കുഞ്ഞിനെ എന്തിനങ്ങനെ ചെയ്തു? നമുക്കറിയാം, നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞിനെ ഒരു ജലദോഷപ്പനി വന്നാൽ പോലും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഒരു ദിവസം ഒന്ന് വിളിച്ചാൽ മിണ്ടാതിരിക്കാൻ പറ്റില്ല. വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കുന്നതാണ് നമ്മളിൽ എല്ലാ ആളുകളും. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിനോട് ഇത്തരത്തിലുള്ള ക്രൂരത, സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ മാത്രം എന്ത് ക്രൂരത അല്ലെങ്കിൽ എന്ത് സാഹചര്യം അവിടെ ഈ അമ്മാവൻ ഉണ്ടായി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതൊക്കെ കൃത്യമായിട്ടുള്ള ഉത്തരം പോലീസ് തന്നെ നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ഹരികുമാറിൽ നിന്ന് പൂർത്തിയായി, അതായത് ഹരികുമാറിനെ ചോദ്യം ചെയ്ത് പൂർണ്ണമായിട്ട് പൂർത്തിയായിട്ടില്ല. പക്ഷേ ഹരികുമാറിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ദൃശ്യങ്ങൾ നമ്മളെ നേരത്തെ എടുത്തിരുന്നു. അപ്പോൾ ഒരു അഴിക്കുള്ളിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിർവികാരനാണ്, ഒരു കുഴപ്പവുമില്ല, ഒരു ഭാവവ്യത്യാസവുമില്ല. പുറത്തേക്ക് മാധ്യമങ്ങൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, പോലീസുകാർ അവിടെ ഇവിടെ ഇരിക്കുമ്പോൾ അയാൾ അവിടെ ഇരുന്ന് വളരെ ഭാവഭേദമില്ലാതെ അവിടെ ഇരിക്കുന്നത്, താൻ ചെയ്തത് കുറ്റമാണ് എന്നുള്ള ഒരു തരത്തിലുമുള്ള ഭാവവ്യത്യാസമില്ലാതെ അയാൾ അവിടെ ഇരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം. അപ്പോൾ എന്തിന് ഇത് ചെയ്തു എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തിനു വേണ്ടി ചെയ്താലും ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ള ആ ഒരു ചോദ്യം കൂടി പൊതുസമൂഹം ഉയർത്തുന്നുണ്ട്. അത് എന്തിനത് ചെയ്തു? ആ കുഞ്ഞ് എന്ത് ദ്രോഹം ചെയ്തു? എന്ത് തെറ്റാണ് ആ കുഞ്ഞ് ചെയ്തത്? പല ആളുകളുടെയും കമന്റുകളുണ്ട്, പല ആളുകളും പല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ തന്നുകൂടായിരുന്നു എന്ന് ദയോടുകൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനത് ചെയ്തു എന്നുള്ള ചോദ്യമൊക്കെയാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഇതിനകത്ത് ഉത്തരം പോലീസ് തന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ നൽകും. എന്തായാലും ഹരികുമാറിന്റെ ചോദ്യം ചെയ്യൽ പ്രാഥമികമായിട്ട് പൂർത്തിയായിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉടൻ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും. ഇപ്പോഴും മറ്റു 3 പേരെയും, ശ്രീകലയെയും ശ്രീജിത്തിനെയും ശ്രീധുവിനെയും ചോദ്യം ചെയ്തു വരികയാണ്. അമൃത.